എന്തുവാടി ഇത്? അല്ല, കൊത്താരൻ അകത്ത് കിടന്നോട്ടെ. ജാനകി, അവനെന്തേടി? അവന് ചായപ്പിക്കടത്തി. അല്ലേലും അവന് ജാനുച്ചയുടെ കൂടെ കിടക്കുന്നതാണല്ലോ ഇഷ്ടം. നിനക്ക് വിഷമമായില്ലേ? അവൾക്കും മോനും കൊത്താരനല്ലാതെ വേറെ ആരാ? അപ്പൊ നിനക്കോ? എനിക്ക് എന്നെപ്പോലെയല്ല ചക്കര. എനിക്ക് പറ്റിയത് എൻ്റെ അനിയത്തിക്ക് പറ്റരുത്. അപ്പൻ എപ്പോഴാ അങ്ങോട്ട് വരുന്നേ?
വരാടാ. പോട്ടെ ചെയ്യേ. ആ വാ. എപ്പോഴാ ചക്കരയുടെ കുടിയിലേക്ക് പോകുന്നേ? പോവാം. പ്രവർത്തിയാരുടെ വീട്ടിൽ പാടാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നീയല്ലേ പാടാറ്? കൊത്താരൻ തന്നെ ചെല്ലണമെന്നാ പറഞ്ഞേ. സന്താന സൗഭാഗ്യത്തിന് കുട്ടികളില്ലാത്തവർ പാടിയാ ഒക്കുവോ? ഗോപാലൻ കൊച്ചാട്ടോ, ഇന്നലെ പ്രവർത്തിയാരുടെ വീട്ടിലെ ഗുരുദാസന്റെ പാട്ട് കഴിഞ്ഞതും സർപ്പത്തെ കണ്ടൂന്ന്. സർപ്പോ? ദേ കുഞ്ഞൻ വിരലിന്റെ കനത്തില് നല്ല സ്വർണത്തിന്റെ നിറം. ഓ, പളപളാന്ന് തിളങ്ങുമായിരുന്നു. എന്റെ നാഗദൈവങ്ങളെ! പണ്ടും പലതവണ ഉള്ളൂന്ദാസം പാടിയെടുത്തൊക്കെ സർപ്പത്തെ കണ്ടവരുണ്ട്. അല്ലേ, അത് കാണാനും ഒരു യോഗമൊക്കെ വേണം. അതെ അതെ. അല്ലേലും അവൻ അനുഗ്രഹമുള്ളവനാ. വിളിച്ചാ വിളിപ്പുറത്താ നാഗങ്ങള്. ഓം നമോ ഭഗവതേ അച്ഛൻ ശ്രീ മഹാദേവൻ. ചെങ്കതിരിപ്പടം ചെമ്പട്ടി വെച്ച് അടച്ചു മൂടിക്കൊണ്ടുപോയപ്പോൾ കിട്ടിയ വഴി. ആകാശക്കൊതിയെങ്കിലും കാട്ടുകൊതിയെങ്കിലും ദേശക്കൊതിയെങ്കിലും നാട്ടുകൊതിയെങ്കിലും മല്ലംകൊതിയെങ്കിലും മറുകൊതിയെങ്കിലും ആൺകൊതിയെങ്കിലും പെൺകൊതിയെങ്കിലും മനുഷ്യക്കൊതിയെങ്കിലും പാറിപ്പറന്ന് വന്നിരുവരം വഴി ദൂരെ ദൂരെ പോക സ്വാ. ജപിച്ചോളം രണ്ടുപേരും കൂടി കൊടുക്ക്. നേരത്തോടെ നേരവും മാറിക്കോളും. ആ ആ ഓ അമ്മേ. അപ്പാ, ഞാനും കൂടി വരട്ടെ? ആ പെടുന്നോ. ആ. ഇന്നും എടുത്തോണ്ട് എങ്ങോട്ടാടാ? ഇപ്പൊ വരാം. ദാസോ, ഇതെന്നാ പറ്റിയടോ? നീ മോന്റെ കൂടെ അങ്ങ് കൂടിയോ? ഇവൻ എന്നാത്തിനാ എപ്പോഴും തെങ്ങും കുറ്റിയെ കയറി നിൽക്കുന്നേ? ഇതിവന്റെ പതിവാ തെസ്റ്റെടുത്തേ. എത്ര നേരം എന്റെ മേലെ കയറി നിന്നാലും അവന് കൊതി തീരുകയല്ല. അത് കൊള്ളാം. ഓടാ മോനെ. അപ്പൊ കുറച്ചു നേരം കൂടി. ആടാ. മറ്റമ്മച്ചി, ദേ ഓട്ടുകിണ്ണൻ. ആഹാ, ഇത് എവിടുന്ന് കിട്ടി? അതൊക്കെ കിട്ടി എന്റെ മറ്റമ്മച്ചി. ഞാൻ പറയാം. എന്തുവാടോ ഈ സമയത്താണോ ചെത്ത് കഴിഞ്ഞത്? നേരെ എത്രയായെന്നാ? ഒന്നും പറയണ എന്റെ കൊത്താറോ. നമ്മുടെ ചന്ദ്രന്റെ ഗീർവാണം കേട്ടങ്ങ് നിന്ന് പോയതാ. ചന്തയിൽ ഇന്ന് അവന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. തൊഴിലാളികളെല്ലാം അവന്റെ കൂടെ ആണല്ലോ. എന്തായാലും അവൻ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ഏതായാലും സമരം വെച്ചിരി കടുക്കും. എന്തോന്ന് കടുക്കാനാ? കൃഷി ഇറക്കാൻ കാശില്ലാത്തവർ വിചാരിച്ചാ എന്തോ നടക്കാനാ? കായലിൽ ചവിട്ടിത്താക്കാൻ മടിയില്ലാത്ത കൂട്ടരാ. അതൊക്കെ പണ്ടാ കൊത്താറാ. ഇതേ ജനാധിപത്യ സർക്കാരാ. സമര ന്യായത്തിന് വേണ്ടിയാ.
നാരായം കൊണ്ട് സൂര്യനെ ബന്ധിച്ച കൂട്ടരാ മാടത്താനിക്കാർ. നെല്ലുകൊണ്ട് പൊരേടന്ന് കത്തിയവരാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ കെട്ടുകഥയെന്ന് ഇനി വില പോകത്തില്ല കൊത്താറ. നിന്നോട് പറഞ്ഞ് ജയിക്കാനൊന്നും ഞാനില്ലേ, അതിന്റെ ആവശ്യവും എനിക്കില്ല. എന്തുവാടാ ചന്ദ്ര ഇത്? ഗോപാലൻ കൊത്താറിനോട് ഉടക്കില്ല എനിക്ക് ഉറക്കം വല്ലയോ? ഓ ഇത് ചുമ്മാ. എന്തോന്ന് ചുമ്മാ? ഇനി സർപ്പം പാട്ടും കളവെഴുത്തും എല്ലാം കെട്ടുകഥയാന്ന് നീ പറയുമല്ലോ. എന്തുവാ കൊത്താറ ഇത്? ഒരെണ്ണം അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം അടിച്ചിട്ട് പോയിക്കോളണം. എന്തിനു ഉടക്ക്? ഒരെണ്ണം എടുത്തോളാം. ഒരു 4 അടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു കപ്പയും മുളകും കൂടി എടുത്തു. എടോ ദാസു, ആ പടിഞ്ഞാറ്റയിലെ പെണ്ണിന് വയ്യ. മരുന്ന് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നീ ഒന്ന് ഓതണം. നോക്കാം കൊത്താറ. വ്യാഴാഴ്ച വീട്ടിലേക്ക് കൊച്ചിനൊന്ന് കൊണ്ടുവരാൻ പറ. കൊത്താറോ, ദാസിനെ കൊണ്ട് ഓദിക്കുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിക്കണം.